മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറെ കുട്ടികൾ പന്ത് തട്ടുന്നുണ്ട്. അവരുടെ വലിയ ലഹരി ഫുട്ബോളാണ്. അടിപൊളിയായിട്ട് അവർ ഫുട്ബോൾ തട്ടുന്നത്. അപ്പൊ അവർ പറയുന്നുണ്ട് സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു സ്പോർട്സ് എന്നവർ ആഞ്ഞു പറയുന്നു. മലപ്പുറം കൊണ്ടോട്ടി സമീർ ബിൻ കരീം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ്. ഇവിടെ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. ഇവരിവിടെ ഫുട്ബോൾ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ അന്ന് ഫുൾ ടൈം കളിയാണ് എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 +2 വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഇവർ ചേരുന്നുണ്ട്. ഇവർക്ക് നമുക്ക് നോക്കാം എന്താണ് ഇവരുടെ ലഹരി എന്ന് നമുക്ക് നോക്കാം. ഫുട്ബോൾ തന്നെയാണ് നമ്മുടെ ലഹരി അല്ലേ? ഫുട്ബോൾ തന്നെയാണ് നമ്മുടെ ലഹരി. പിന്നെ ഈ ഫുട്ബോളിൽ നമ്മൾ രണ്ടുപേരുണ്ട്, അവിടെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഫുട്ബോൾ എന്ന ഗെയിമിൽ ഏർപ്പെട്ടതാണ്. അതിപ്പോൾ ഒഴിവ് ദിവസങ്ങളാവട്ടെ വെയിൽ മഴ ഒന്നും നോക്കാറില്ല, നമ്മൾ ഫുള്ള് കളി തന്നെയാണ്. പിന്നെ ഈ കളിയിൽ ഇൻവോൾവ് ആകുമ്പോൾ കുറേ നമ്മൾ ലഹരിയിൽ നിന്ന് അതേമാതിരി ഈ അലസമായിട്ട് നടക്കുക അങ്ങനെയൊന്നും പോകില്ല. നമ്മൾ ഈ കളി പ്രാക്ടീസ് കൃത്യമായിട്ട് ഉറങ്ങും, കൃത്യമായിട്ട് കഴിക്കും. അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെയാണ് ചിട്ടയിലാണ് പോകുന്നത്. ആരോഗ്യം ഭയങ്കര ഉഷാറാണ് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കളിയിൽ ഏർപ്പെടുമ്പോൾ. ആരോഗ്യം നല്ല ഇതാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഈ ഫുട്ബോൾ ഏർപ്പെടുമ്പോൾ നമ്മൾ എന്താ പറയുക കാർഡിയോ ഹെൽത്ത് കൂടും. അതേമാതിരി നമ്മളെ ഫ്ലെക്സിബിലിറ്റി, അതേ നമ്മൾ ചിട്ട ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉഷാറാണ്. ഈ ലഹരിയുടെ അപകടം എന്താണെന്ന് കൃത്യമായി ധാരണ അവർക്കുണ്ട്. അതിനൊരു ഉദാഹരണം കൂടിയാണ് യദുവിന് അങ്ങനെ അനുഭവം ഉണ്ടല്ലേ? അനുഭവം ഉണ്ട്. വീട്ടിലും കാര്യമുണ്ട്, വീട്ടിലുള്ളൊരു ആൾക്കാരുണ്ട്. ലഹരി അപകടമായ കാര്യങ്ങളാണ്. മാക്സിമം ഒഴിവാക്കുക ലഹരി. ഫുട്ബോള് നമ്മളെ ഇത് പ്രാക്ടീസ് അങ്ങനെയൊക്കെ പോവുക. ശനി ഞായർ സാറെ ക്യാമ്പ് ഉണ്ടാവും, KDF അങ്ങനെ പോവും. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് കളിക്കാൻ വരലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വീട്ടിലാരോ ലഹരിയിൽ പെട്ട് കിടക്കുന്നുണ്ടല്ലേ? വീട്ടിൽ അച്ഛൻ ലഹരി വിട്ട് കിടക്കുന്നുണ്ട്. അത് എന്താ വിഷയം എന്ന് വെച്ചാൽ കള്ളുടിച്ച അങ്ങനത്തെ ഒരു വിഷയങ്ങൾ കണ്ടിട്ട് ഒരുപാടായി. ഇപ്പോൾ വയനാട്ടിലാണ്, പണിയിലാണ്. അപ്പോൾ അങ്ങനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഇവർക്ക് കൃത്യമായി ലഹരി ഉണ്ടാക്കുന്ന പ്രയാസം, ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഫുട്ബോൾ ലഹരിയായി മാറ്റിക്കൊണ്ട് ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവർ ഫുട്ബോളിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഹീറോ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരിയോ അല്ല. ഇവരുടെ ഹീറോ എന്ന് പറയുന്നത് കിക്കാണ്, ഇവരുടെ കീപ്പറാണ്, ഇവരുടെ ഡിഫൻഡറാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഹീറോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.